വെൽക്കം ബാക്ക്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രജിസ്ട്രേഷനെ കുറിച്ച് തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ദ രജിസ്ട്രേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ദ കമ്പൽസറി രജിസ്ട്രേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് ദ വോളണ്ടറി രജിസ്ട്രേഷൻ. അല്ലേ? അതിനകത്ത് ഈ കമ്പൽസറി രജിസ്ട്രേഷൻസിനകത്ത് കയറി വരുന്നത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തായിരുന്നു. ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ടേൺ ഓവർ ആണെന്ന് പറഞ്ഞു. അവിടെ കുറേ ത്രെഡ് ഹോൾഡ് ലിമിറ്റ്സ് നമ്മൾ പറഞ്ഞു. ഈ ജോബ് വർക്കറിൻ്റെയും അങ്ങനെയുള്ള കുറേ സ്പെഷ്യൽ കേസുകൾ നമ്മൾ പറഞ്ഞു. അവിടെ അത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? ഓർമ്മയില്ലേ? അതായത് ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ചില കേസുകളിൽ നമുക്ക് കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. അവിടെ ആ പറയുന്നത് പോലെ 10 lakhs-ൻ്റെയോ 20 lakhs-ൻ്റെയോ 40 lakhs-ൻ്റെയോ ഒന്നും ത്രെഡ് ഹോൾഡ് ലിമിറ്റ്സോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും നോക്കണ്ട. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞേ, ദാറ്റ് മീൻസ് കമ്പൽസറി രജിസ്ട്രേഷൻ ബേസ്ഡ് ഓൺ ട്രാൻസാക്ഷൻ. ഒരു 11 കാറ്റഗറിയിലുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. രജിസ്ട്രേഷനകത്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും ഈ ഒരു മേഖലയാണ്. സോ ആ 11 ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അത് ആരൊക്കെ നടത്തുന്ന ട്രാൻസാക്ഷൻസ് ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവിടെ ഈ പറയുന്ന 1 രൂപയ്ക്കാണ് നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുന്നതെങ്കിൽ പോലും, മനസ്സിലായോ? 10, 20, 40 ലക്ഷത്തിന്റെ പുറകെ പോകണ്ട. 1 രൂപയ്ക്കാണ് നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുന്നതെങ്കിൽ പോലും നിങ്ങൾ അവിടെ എന്തായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടി വരും? കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. രജിസ്ട്രേഷൻ പ്രൊസീജിയറിന് മാറ്റങ്ങളൊന്നുമില്ല, സ്പെഷ്യലായിട്ട് എടുത്ത് പറയാത്തിടത്തോളം. ചില കേസിനകത്ത് സ്പെഷ്യൽ പ്രൊസീജിയർ നമ്മളോട് പറയുന്നുണ്ട്. അതല്ലാത്ത കേസുകളിൽ ഈ പറയുന്നത് പോലെ രജിസ്ട്രേഷൻ പ്രൊസീജിയറിന് യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല. 30 ദിവസത്തിനുള്ളിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം, 3 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടും. ആ കാര്യങ്ങളെല്ലാം സെയിം ആണ്. മനസ്സിലായി? സോ നോക്കി, നമ്മൾ നോക്കുന്നത് ഓരോ ട്രാൻസാക്ഷൻ നടന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ, പേഴ്സൺ മേക്കിംഗ്. ഓക്കെ, സെക്ഷൻ 24 of the following category of person shall be required to be registered under GST. Section 24. First one, the person making any interstate taxable supply. ടാക്സബിൾ സപ്ലൈ ആണ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ടാണ് നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ ത്രെഡ് ഹോൾഡ് ലിമിറ്റ് നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും GST പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ആൻഡ് ദ സെക്കൻഡ് വൺ, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, പുതിയ പേരാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. അതായത് താൽക്കാലികമായിട്ട് വേറെ എവിടെയെങ്കിലും പോയി അവർ പറയുന്ന ആ നമ്പർ ഓഫ് ഡേയ്സിനകത്ത് മാത്രം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സപ്ലൈ ചെയ്തിട്ട് തിരിച്ചു വരാം. ഇറ്റ്സ് കോൾഡ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. മനസ്സിലായി? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. സോ ആ ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു 30 days ആണെന്ന് വിചാരിക്കുക. സോ ആ 30 daysനകത്ത് ആ ഫെസ്റ്റിവൽ നടത്തുന്നതോടെ മാത്രം പോയി ഒരു ചെറിയൊരു കച്ചവടം നടത്തി തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. സോ ആ 30 days അങ്ങനെ ഒരു സ്ഥാപനത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി, ആ ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു സ്ഥലത്ത് പോയി കച്ചവടം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയണേ. അവർ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം. നമുക്ക് ഓരോന്ന് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്, നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ, പേഴ്സൺ ഹു ആർ റിക്വയർഡ് ടു പേ ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ്. ഇവിടെയും പുതിയൊരു ടേം, റിവേഴ്സ് ചാർജ്. ശ്രദ്ധിക്കേണ്ടത്, പേഴ്സൺ ഹു ആർ റിക്വയർഡ് ടു പേ ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ്. ഈ പറയുന്ന ടേമുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കൊരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. എന്താണ് റിവേഴ്സ് ചാർജ്, ആർക്കൊക്കെയാണ്, ഏതൊക്കെ റേറ്റ് ആണ് അപ്ലിക്കബിൾ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് അത് എന്താണെന്ന് മാത്രം പറഞ്ഞുതരാം. സാധാരണ രീതിയിൽ ഇൻഡയറക്റ്റ് ടാക്സിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? അതായത് ആരാണോ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ, സപ്ലൈ ആരാണോ പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ സപ്ലൈ ആരാണോ റിസീവ് ചെയ്യുന്നത്, അവരിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ച് അല്ലെങ്കിൽ ടാക്സ് വാങ്ങിച്ച് ഈ പ്രൊവൈഡറാണ് ഗവൺമെന്റിലോട്ട് അടയ്ക്കണേ. ഇപ്പൊ നിങ്ങളുടെ ഫീസിന്റെ കൂട്ടത്തിൽ GST നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് ആസ് എ പ്രൊവൈഡർ അല്ലെങ്കിൽ ആസ് എ സപ്ലയർ ഞാനാണ് ഗവൺമെന്റിലോട്ട് അടയ്ക്കണേ. ചില സാഹചര്യങ്ങളിൽ വരുമ്പോൾ നിങ്ങളുടെ ടാക്സ്, ദാറ്റ് മീൻസ് ആരാണോ സപ്ലൈ റിസീവ് ചെയ്യുന്നത് അവർ തന്നെ ഗവൺമെന്റിലോട്ട് ടാക്സ് അടയ്ക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. സോ ഇവിടെ പേഴ്സൺ ഹു ആർ റിക്വയർഡ് ടു പേ ടാക്സ് ആൻഡ് റിവേഴ്സ് ചാർജിന്റെ അടിസ്ഥാനത്തിൽ ടാക്സ് കൊടുക്കേണ്ട ആൾക്കാരാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും എന്ത് ചെയ്തേ പറ്റൂ? രജിസ്റ്റർ ചെയ്തേ പറ്റൂ. And the person who are required to pay tax, section 9(5) of CGST, that means it's a special type of persons, electronic commerce operator. So അത് എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം, ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. സോ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആണെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഈ പറയുന്ന പോലെ ടേൺ ഓവറിന്റെ പുറകെ പോകേണ്ട, ട്രാൻസാക്ഷന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യേണ്ടി വരും? രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ആൻഡ് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ. നോൺ റെസിഡന്റ് ആണ്, റെസിഡന്റ് അല്ല, ഇന്ത്യയിൽ നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ത് ചെയ്യുന്നുണ്ട്? പേഴ്സൺ മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ. ഇന്ത്യക്കകത്ത് ടാക്സബിൾ സപ്ലൈ നടത്തുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം. ആൻഡ് ദ പേഴ്സൺ ഹു ആർ റിക്വയർഡ് ടു ഡിഡക്ട് tax under section 51
whether or not separately registered under this act. That means section 51 പ്രകാരം എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ടാക്സ് ഡിഡക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും GST പ്രകാരം രജിസ്റ്റർ ചെയ്യണം. അതെന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Person who make taxable supply or services or both on behalf of other taxable person, whether as an agent or otherwise. അതായത് വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു ടാക്സബിൾ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം. മനസ്സിലായി? ഒരു പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഏജന്റ് ആയിട്ട് നിന്ന്. ഓക്കെ, സോ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ടാക്സബിൾ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്തേ പറ്റൂ? രജിസ്റ്റർ ചെയ്തേ പറ്റൂ. ആൻഡ് ദ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ വെദർ ഓർ നോട്ട് സെപ്പറേറ്റ്ലി രജിസ്റ്റേർഡ് അണ്ടർ GST. സോ നോക്കിയേ, ഇവിടെ പുതിയൊരു ടേം ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. കുറെ അധികം പറയാനുണ്ട്. എന്താണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, എന്തൊക്കെ കേസുകളാണ്, എങ്ങനെയൊക്കെയാണ് അതിന്റെ ടാക്സ് ലയബിലിറ്റി എന്ന് എല്ലാം ഇതിൽ തന്നെ വരുന്നുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നോക്കിയേ, ഈ പറയുന്ന ട്രാൻസാക്ഷൻസിനകത്ത് എല്ലാത്തിനകത്തും കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ ടേംസ്, നിങ്ങൾക്ക് പുതിയതായിട്ട് കേൾക്കുന്ന കുറെ ടേംസ് നമ്മൾ പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിരിക്കണം. അതായത് മേഖലകൾ വരുമ്പോൾ ഞാൻ അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ആൻഡ് ദ പേഴ്സൺ ഹൂ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് other than supply of specified under section 9(5), that means electronic commerce operator, through such electronic commerce operator who are required to collect tax at source under section 52. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ അല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ പ്രകാരമല്ല, TCS ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആണെങ്കിൽ അവരും. ആൻഡ് എവറി പേഴ്സൺ സപ്ലൈയിങ് ഓൺലൈൻ ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റാബേസ് ആക്സസ് റിട്രീവൽ സർവീസ്. എവിടുന്ന? ഫ്രം പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ടു എ പേഴ്സൺ ഇൻ ഇന്ത്യ അതർ ദാൻ എ രജിസ്റ്റേർഡ് പേഴ്സൺ. മനസ്സിലായി? ഇന്ത്യക്കകത്തുള്ള ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല, വേറെ ഏതെങ്കിലും ഒരാൾക്ക് എന്താ കൊടുക്കണേ? ഓൺലൈൻ ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റാബേസ് ഓർ റിട്രീവൽ സർവീസസ്. ഓൺലൈൻ സർവീസസുകളാണ് കൊടുക്കുന്നത്. എവിടുന്ന? ഇന്ത്യക്ക് പുറത്തു നിന്നാണ് കൊടുക്കണേ. അത് റിസീവ് ചെയ്യുന്ന ആരാ? നോൺ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യക്കാർ. അങ്ങനെ വരുന്ന സാഹചര്യത്തിലും ആ ട്രാൻസാക്ഷന് നിർബന്ധമായിട്ട് എന്ത് ചെയ്തേ പറ്റൂ? രജിസ്റ്റർ ചെയ്തേ പറ്റൂ. ട്രാൻസാക്ഷൻ അല്ല, ആ പേഴ്സണ് നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്തേ പറ്റൂ. ആൻഡ് ലാസ്റ്റ് വൺ, സച്ച് അതർ പേഴ്സൺ ഓർ ക്ലാസ് ഓഫ് പേഴ്സൺ ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെന്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ കൗൺസിൽ. ഓക്കെ, ഇത് കൂടാതെ, ഈ 10 കൂടാതെ കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം വരുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ. സോ നമുക്ക് ഈ 10 കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. 10 കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ നോക്കേ, പേഴ്സൺ മേക്കിംഗ് എനി ഇൻട്രസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ. നമ്മൾ പറഞ്ഞതുപോലെ ഇൻട്രസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ ആണ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ടാണ് ടാക്സബിൾ സപ്ലൈ കൊടുക്കുന്നതെങ്കിൽ അവർ നിർബന്ധമായിട്ടും എന്ത് ചെയ്തേ പറ്റൂ? രജിസ്റ്റർ ചെയ്തേ പറ്റൂ. സിറ്റുവേഷൻ കൊടുത്തിട്ട് നോക്കി, ഇൻട്രസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ വർത്ത് ₹6 lakh. മിസ്റ്റർ എച്ച് ചെന്നൈ തമിഴ്നാടു ആണ്, സപ്ലയർ ആണ്. മിസ്റ്റർ എച്ച് ഹൈദരാബാദ് തെലുങ്കാന റിസീവർ ആണ്. സോ നോക്കി, ഇവിടെ ചെന്നൈയിൽ നിന്ന് തെലുങ്കാനയിലോട്ടാണ് ഈ പറയുന്ന പോലെ സപ്ലൈ പോകുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കണ്ടോ, ഇഫ് എ പേഴ്സൺ മേക്കിംഗ് എ സിംഗിൾ ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ഹി വിൽ ബി ലയബിൾ ടു ഒബ്റ്റെയിൻ രജിസ്ട്രേഷൻ ആൻഡ് പേ GST. ഒരു സിംഗിൾ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പോലും അങ്ങനെ എന്ത് ചെയ്യേണ്ടി വരും? ഒബ്റ്റെയിൻ രജിസ്ട്രേഷൻ ആൻഡ് പേ GST. രജിസ്ട്രേഷൻ എടുക്കണം, എന്നിട്ട് GST പേ ചെയ്യണം. മനസ്സിലായി? ഇവിടെ ട്രാൻസാക്ഷൻ നടന്നത് ആകെ 6 ലക്ഷത്തിന്റെ മാത്രമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് പഠിച്ചത് അങ്ങനെയല്ല. 10 ലക്ഷോ 20 ലക്ഷോ 40 ലക്ഷോ എന്നൊക്കെ പറയുന്ന ത്രെഡ് കാർഡ് ലിമിറ്റ്സ് പഠിച്ചായിരുന്നു. ഇവിടെ അതൊന്നും വേണ്ട. ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പോലും, ഓക്കെ, അത് ഇൻട്രസ്റ്റേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ആ സപ്ലയർ അതിനെ രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ആ ട്രാൻസാക്ഷൻ എന്ത് അടയ്ക്കുകയും വേണം? GST പേ ചെയ്യുകയും വേണം. മനസ്സിലായി? ആൻഡ് നോക്കി, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നോക്കി, ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ഓഫ് സർവീസ് എക്സംപ്റ്റ് ഫ്രം രജിസ്ട്രേഷൻ. ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ഓഫ് സർവീസ് എക്സംപ്റ്റ് ഫ്രം രജിസ്ട്രേഷൻ. നോക്കി, ഇതുണ്ടോ? എ പേഴ്സൺ മേക്കിംഗ് എനി ഇൻട്രസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഗുഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളോട് താഴെ പറഞ്ഞിരിക്കുന്നത്, സപ്ലൈ എന്ന് പറയുമ്പോൾ 2 എണ്ണം വരും അല്ലെ? ഗുഡ്സും വരും, സപ്ലൈയും വരും. എന്നിട്ട് നമ്മളോട് പറയുന്നത് എന്താ? ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ഓഫ് സർവീസസ് എക്സംപ്റ്റ് ഫ്രം രജിസ്ട്രേഷൻ. അതായത് ഈ പറയുന്ന സപ്ലൈ, ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് സർവീസ് ആണെങ്കിൽ എക്സംപ്റ്റ് ഫ്രം രജിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. അത് എന്താണെന്നും കൂടെ പറയാം. ഓക്കെ, the GST Council in its 22nd meeting held on 6th October 2017 has recommendation that it has now been decided to exempt those service providers whose annual aggregate turnover is less than 20 lakhs, 10 lakhs in special category states, from obtaining registration even if they are making interstate taxable supplies of services. മനസ്സിലായി? അതായത് ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് ഗുഡ്സ് ആണെങ്കിൽ ട്രാൻസാക്ഷന്റെ അടിസ്ഥാനത്തിലും, ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ഓഫ് സർവീസ് ആണെങ്കിൽ ഈ പറയുന്ന ത്രെഡ് കാർഡ് ലിമിറ്റിന്റെ അടിസ്ഥാനത്തിലും വേണം ചെയ്യാൻ. കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു മേഖലയാണ്, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. സാധാരണ രീതിയിൽ എല്ലാവരും പറയുമ്പോൾ ഒറ്റ വേർഡ് മാത്രമേ പറയുള്ളൂ. ഇൻട്രസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ ആണെങ്കിൽ
ടാക്സബിൾ സപ്ലൈ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്നത് പോലെ ട്രാൻസാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറഞ്ഞത് ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ഓഫ് സർവീസ് മാത്രമാണെങ്കിൽ, ഓക്കെ, ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ഓഫ് സർവീസ് മാത്രമാണെങ്കിൽ അവിടെ ട്രാൻസാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പോകണ്ട. അവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആ ത്രെഡ് ഹോൾഡ് ലിമിറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം. നോക്കി, Mr. CMA Manish, an unregistered person under GST, has a place of profession in Bhubaneswar, Odisha, supplies taxable services to Infosys Limited, a registered person under GST in Bangalore. Answer the following. Is it interstate supply or intrastate supply? Inter ആണോ intra ആണോ? ഇന്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് പോകുന്നതിനാണ് നമ്മൾ ഇൻട്രസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റിൽ തന്നെ ആണെങ്കിൽ അതിനെ നമ്മൾ ഇൻട്രാസ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. തെറ്റരുത്. ആ വേർഡ് കേട്ടിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് പോവുകയാണെങ്കിൽ അതിന് ഇന്റർ എന്നും, ഓക്കെ, ഇൻട്രസ്റ്റേറ്റ് എന്നും, ഒരു സ്റ്റേറ്റിനകത്ത് തന്നെയാണെങ്കിൽ അതിന് ഇൻട്രാസ്റ്റേറ്റ് എന്നാണ് പറഞ്ഞത്. ഇവിടെ തീർച്ചയായിട്ടും ഇത് ഇൻട്രസ്റ്റേറ്റ് തന്നെയാണ് അല്ലേ? ഭുവനേശ്വർ ഒഡീഷയാണ്, ഓക്കെ, കൊടുക്കുന്നത് എങ്ങോട്ടാ? ബാംഗ്ലൂരിലോട്ടാണ്. സോ ഇത് ഇൻട്രസ്റ്റേറ്റ് ആണ്. ആൻഡ് സെക്കൻഡ് വൺ, ഹൂ ഈസ് ലയബിൾ ടു പേ GST? ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ CMA Manish ടേൺ ഓവർ ഇൻ ദ പ്രീവിയസ് ഇയർ ഈസ് ₹18 lakhs. സോ നോക്കേ, it is interstate supply, first one, and Mr. C is not liable to pay IGST since the registration is not mandatory to him. കാരണം എന്താ? ഇവിടെ ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ പോലും ആ സപ്ലൈ എന്ന് പറയുന്നത് ഗുഡ്സ് അല്ല, സർവീസ് ആണ്. സോറി, ആ സപ്ലൈ എന്ന് പറയുന്നത് സർവീസ് ആണ് അല്ലെ? സോ ഇൻട്രസ്റ്റേറ്റ് ഗുഡ്സ് ആണെങ്കിൽ ട്രാൻസാക്ഷന്റെ അടിസ്ഥാനത്തിലും, ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ഓഫ് സർവീസുകളാണെങ്കിൽ ഏതിന്റെ അടിസ്ഥാനത്തിലും? ത്രെഡ് ഹോൾഡ് ലിമിറ്റിന്റെ അടിസ്ഥാനത്തിലും വേണം. 20 lakhs. ഇവിടെ എത്ര ഉള്ളൂ? 18 lakhs ഉള്ളൂ. സോ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ഈ പറയുന്ന പോലെ ലൈബിൾ ടു ബി രജിസ്റ്റേർഡ് ആവേണ്ട കാര്യമില്ല. മനസ്സിലായി? ആ പോയിന്റ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്, തെറ്റിക്കാൻ സാധ്യതകളാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയണേ. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ നോക്കാം. എക്സാമ്പിൾ നമ്പർ 7. Moon Private Limited incorporated in Chennai has the following details for the year 2019-20. Okay, interstate exempted supply of goods. Interstate exempted supply of goods. Goods are 4 lakh. അടുത്തത് intrastate supply of services. Intrastates, അതായത് ഒരു സ്റ്റേറ്റിനകത്ത് തന്നെയാണ്. Supply of services 5 lakh. Non-taxable supply 2 lakh. Exempted supply of services, okay, 0.60. And value of export of goods 7. ചോദ്യം എന്താ? Moon Private Limited is required to be registered compulsorily under GST law. Advice. GST law പ്രകാരം കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യണോ എന്നാണ് ചോദിക്കണേ. ഒരു ചോദ്യം കൂടെ ഉണ്ട്. Whether your answer is different if 1. Supply of goods for ₹4 lakh. അതായത് ഈ 1 എന്ന് പറയുന്നത് exempted supply, interstate exempted supply of goods ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. അതായത് ഈ എക്സംപ്റ്റഡ് മാറി ഏതായി? ടാക്സബിൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ നിങ്ങളുടെ ആൻസറിനകത്ത് ഡിഫറൻറ്റ് വരുമോ എന്നാണ് ചോദിക്കുന്നത്. സോ ടോട്ടൽ നമ്മൾ പഠിച്ച ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നതിനകത്ത് എല്ലാം വരും അല്ലെ? ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ആണെങ്കിലും വരും. ഞാൻ ആ ടേൺ ഓവർ എടുക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നു, എക്സംപ്റ്റഡ് ആണെങ്കിൽ പോലും ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യും ആണല്ലോ. സോ എക്സംപ്റ്റഡ് വരും 4 lakh. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ഓഫ് സർവീസ് ആണ് 5 lakh വരും. നോൺ ടാക്സബിൾ സപ്ലൈ 2 lakh വരും. എക്സംപ്റ്റഡ് സപ്ലൈസ് ഓഫ് സർവീസ് 60 വരും. കൂടാതെ എക്സ്പോർട്ട് ആണെങ്കിൽ ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിൽ വരും. സോ ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നത് എത്ര മാത്രമേ ഉള്ളൂ? 18.60 മാത്രമേ ഉള്ളൂ. മനസ്സിലായി? ഇനി advice, since the aggregate turnover of Moon Private Limited does not exceed 20 lakhs, registration is not compulsory in the financial year 1920. അതായത് 20 ലക്ഷത്തിന് മുകളിൽ പോയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല. അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒറ്റ പോയിന്റേ ഉള്ളൂ. ഇതാണോ ഇൻട്രസ്റ്റേറ്റ് എക്സംപ്റ്റഡ് സപ്ലൈ ഓഫ് ഗുഡ്സ്. നമ്മൾ എന്താ പറഞ്ഞേ? ഇൻട്രസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ എന്നാണ് പറഞ്ഞത് അല്ലെ? സോ അവിടെ ഇൻട്രസ്റ്റേറ്റ് എക്സംപ്റ്റഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയതുകൊണ്ട് നമുക്ക് ഏതിന്റെ അടിസ്ഥാനത്തിൽ? ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിലല്ല, ട്രാൻസാക്ഷന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സംപ്റ്റഡ് ആണ്. ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഇൻട്രസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ മാത്രം ഏതിന്റെ അടിസ്ഥാനത്തിൽ? ട്രാൻസാക്ഷന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ പറഞ്ഞ എന്താ? ഇൻട്രസ്റ്റേറ്റ് എക്സംപ്റ്റഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ടോട്ടൽ ടേൺ ഓവർ 20 ലക്ഷത്തിന് താഴെയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കി, അത് ടാക്സബിൾ സപ്ലൈ ആണെങ്കിൽ, സോ അവർ ആൻസർ ഈസ് ഡിഫറെന്റ് ഇൻ കേസ് ഓഫ് മൂൺ പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻട്രസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ ഓഫ് ഗുഡ്സ്. As per section 24 of the CGST Act 2017, person making any inter-state taxable supply of goods is required to be registered under the GST law irrespective of the aggregate turnover.
മനസ്സിലായി? സോ ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ട്രാൻസാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല, നമ്പർ 1. അതേപോലെ തന്നെ ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് സർവീസസ് ആണ് ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ട്രാൻസാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യമില്ല. എവിടെ മാത്രം ചെയ്താൽ മതി, ഇൻഡർസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ മാത്രം ട്രാൻസാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ മതി. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള എല്ലാം കൂടെ പറ്റില്ല, നമുക്ക് തീരാവുന്നതനുസരിച്ച് ഓരോന്നായിട്ട് സ്പെസിഫൈ ചെയ്ത് പറയാം. ഓക്കെ, ബൈ.